കേശിനി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ബാഹുകൻ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ അഗ്നി ജ്വലിക്കുന്നു. സ്പർശിക്കുമ്പോൾ പോലും പൊള്ളലേൽക്കുന്നില്ല. നോക്കുന്ന മാത്രയിൽ തന്നെ പാത്രങ്ങളിൽ ജലം നിറയുന്നു. നളപാചകത്തിന്റെ ഈ രുചി ഈ ദമയന്തിയേക്കാൾ മറ്റാർക്കറിയാം? ഈ കഴിച്ച മാംസം അദ്ദേഹം പാകം ചെയ്ത് തന്നെ. മാത്രമോ, മക്കളെ കണ്ടപ്പോ വാരിയെടുത്ത് വാ വിട്ട് കരഞ്ഞില്ലേ? നിശ്ചയം ഇതവരുടെ പിതാവ് തന്നെ. എല്ലാറ്റിനും ഉപരി അയോധ്യയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് രഥമോടിച്ച് ഇത്ര ദൂരെയുള്ള ഈ വിദർഭയിൽ എത്തണമെങ്കിൽ അശ്വകോവിദനായ നമ്മുടെ പതി തന്നെ. ഇനി തീർച്ചയായും സന്തോഷത്തിന്റെ നാളുകളായിരിക്കും. അങ്ങേ പോലെ ഗുണങ്ങളുള്ള മറ്റാരെങ്കിലും അങ്ങ് കാണാനിടയായിട്ടുണ്ടോ? കാന്തനെ കാണാതെ ഈ ഉള്ളവൾ കണ്ണീർ കടലിൽ മുങ്ങി താഴുകയാണ്. സുശീലേ, കലിബാധിതനായ നാം രാജ്യത്തെയും സമ്പത്തിനെയും നഷ്ടപ്പെടുത്തി സ്വപ്രാണനായ ഭവതിയെ പോലെ ഉപേക്ഷിച്ച് നിഷ്കാസിതനായി. പ്രിയേ, ഇതാ നാം വന്നു ചേർന്നിരിക്കുന്നു. പതിവ്രതയായ ഭവതിയുടെ വചസ്സിനെ അനുസരിച്ചുകൊണ്ട് കലി നമ്മെ വിട്ടകന്നിരിക്കുന്നു. പ്രാണാലവ, അങ്ങേ ഓർത്ത് ഈ ഭൈമി കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്നു. എത്ര കാലമായെന്നോ അന്വേഷിക്കുന്നു. വിപ്രന്മാരെ എവിടെയെല്ലാം അയച്ചു എന്നോ. ദേവാ, അരുത്, നമ്മെ സ്പർശിക്കരുത്. പിന്നെ എന്തിനായിരുന്നു ഈ രണ്ടാം സ്വയംവര സന്ദേശം? പരിഭവമോ അതോ പ്രതികാരമോ? പതിവ്രതയാണല്ലോ ഭവതി. പ്രാണനാഥ, അരുത്. മറ്റൊരാളെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ. ഈ നളൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അല്ലേ? ശരി, ഇനി ഏതായാലും സ്വയംവരം നടക്കട്ടെ. അതൊരു വ്യാജ സന്ദേശമായിരുന്നു. രാജമാതാവ് എല്ലാത്തിനും സാക്ഷിയാണ്. രൂപലാവണ്യയുക്തനായ ഈ നിഷധകുമാരനെ കുറിച്ച് നാം ബാല്യം മുതൽക്കേ കേട്ടിരിക്കുന്നു. സദ്ഗുണ സമ്പൂർണൻ, വീരപരാക്രമി, അശ്വകോവിദൻ, സത്യവ്രതൻ. സഖി, കേശിനി, നോക്കൂ, സ്വർണ്ണ നിറമുള്ളൊരു അരയന്നം നമ്മുടെ തടാകത്തിൽ. എങ്ങോട്ടാണ്? നിൽക്കൂ. ഹംസമേ, നിനക്കാര് തന്നു ഈ മനോഹരമായ വർണ്ണം? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ, കേൾക്കട്ടെ. ദേവി വൈദർഭി, നാം നിഷധ രാജ്യത്ത് നിന്നും വരുന്നു. കാമദേവനെ പോലെയുള്ള നളകുമാരന്റെ നാട്ടിൽ നിന്നും. അദ്ദേഹമാണ് കുമാരിക്ക് അനുരൂപനായ വരൻ. വിശ്രുതനായ അദ്ദേഹത്തോട് ഈ ദമയന്തിയുടെ ഇംഗിതത്തെ അറിയിക്കണേ. ദേവി, അങ്ങ് ആരാണ്? അന്തഃപുരത്തിലേക്ക് എങ്ങനെ പ്രവേശിച്ചു? എന്തു വേണം? അസുലഭമായൊരു ദേവദൂതുമായി വന്നതാണ് നാം. അതിപ്രകാരമാകുന്നു. നിശ്ചയിക്കപ്പെട്ട സ്വയംവരത്തിൽ ഭവതി, ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ മുതലായ ദേവന്മാരിൽ ഒരാളെ വരിക്കണം. അങ്ങ് നമ്മോട് ക്ഷമിക്കണം. നിഷധകുമാരനായ നളകുമാരനിൽ മനസ്സർപ്പിച്ചവളാണ് ഈ ഉള്ളവൾ. മറ്റാരെയും മരിക്കാൻ നാം തയ്യാറല്ല. ആകട്ടെ, അതി തേജസ്വിയായ അങ്ങ് ആരാണ്? ദേവദൂതനായ നാം തന്നെയാണ് നളകുമാരൻ.
ദേവാ, ഇതാ നാം സ്വയം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, സ്വീകരിക്കണമേ. അല്ലാത്ത പക്ഷം ഈ ഉള്ളവൾ ജീവൻ വെടിയേണ്ടതായി വരും. ദേവദൂതനായ നാം ഇത് അധർമ്മമാകില്ലേ? അധർമ്മമാവാതെ ഒരു ദോഷവും വരാത്ത രീതിയിൽ ദേവന്മാരുടെ അനുഗ്രഹത്തോടെ തന്നെ നാം അങ്ങേ വരിച്ചുകൊള്ളാം. ഇന്ദ്രൻ, അഗ്നി, അരുണൻ, യമൻ, ദേവന്മാരെ എല്ലാം അവഗണിച്ച് നമ്മെ വരിച്ചതിനാൽ ദേവി, നാം എന്നും നിനക്ക് അധീനനാകും. പ്രാണൻ നമ്മിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റേതു മാത്രമായിരിക്കും. ഇതെല്ലാം അങ്ങ് മറന്നുപോയോ? അതോ ദമയന്തിക്ക് അങ്ങേ മറക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനായിരുന്നു ഈ രണ്ടാം സ്വയംവരം നിശ്ചയിച്ചത്? ദൂതന്മാരായ വിപ്രന്മാരുടെ വാക്കുകളെ പരീക്ഷിക്കുകയായിരുന്നു നാം. പരീക്ഷണമോ? അശ്വവിദ്യയും അങ്ങ് ദൂതന്മാരോട് പറഞ്ഞ വാക്കുകളും ദേവന്മാർ നൽകിയ അനുഗ്രഹവും എല്ലാം പരീക്ഷണമായിരുന്നു. അങ്ങ് മക്കളോട് കാട്ടിയ വാത്സല്യവും അങ്ങയുടെ കൈപുണ്യവും എല്ലാം. പക്ഷേ എങ്ങനെ ഈ രൂപം അത് മാത്രം? ദേവി,